അങ്ങോട്ട് ഒരാളെ കൊണ്ടുപോയിട്ട് അതിനകത്ത് മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്ന് എഴുതിയിട്ട് ഇങ്ങനൊരു നിയമമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ പേപ്പർ അങ്ങോട്ട് പോലീസ് കൊടുത്താൽ അത് ഞങ്ങളാരും ചെയ്തതല്ല, കോടതി അങ്ങ് ചെയ്തതാണ്. അവിടെ ചെന്ന് ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അത്രയും പ്രശ്നം ഉണ്ടായത്. അദ്ദേഹം പറയാണ് ഈ പള്ളിയച്ചന്മാരെയും മറ്റും നിർത്തിയിട്ട് അദ്ദേഹം വളരെ നിഷ്കളങ്കമായ മുഖത്തോടെ എന്ന് പറയാണ് പത്രക്കാരോട്, അവിടെ ഇവിടുന്ന് കുറേ ആളുകൾ ചെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. പേപ്പറിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് മനുഷ്യക്കടത്ത് എന്ന്. പിന്നെ കോടതിക്ക് അതല്ലാണ്ട് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ? ആ മനുഷ്യക്കടത്ത് പരിഗണിക്കാനുള്ള കോടതി അല്ലത്, അത് NIA കോടതി കൈമാറണം. NIA കോടതി കൈമാറിയ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഇവിടുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്, ഇവിടുന്ന് ആളുകൾ ചെന്നിട്ട് ചില ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. എന്ത് നിഷ്കളങ്കതയാണ്. ഇതൊക്കെ പറയുമ്പോഴും ആശയപരമായി ഇവരെല്ലാം ഐക്യപ്പെടുന്ന ഒരു തലമുണ്ട്. അതെന്താണെന്നറിയോ, രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇവിടെയുള്ള BJP നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് അവിടെ പോയി ഇങ്ങനെ ഈ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു, കോൺഗ്രസും CPM ഒക്കെ അവിടെ പോയി മുദ്രാവാക്യം വിളിക്കുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അവിടെ ബജരംഗ് ദൾ പ്രവർത്തകർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ശക്തമായി കോടതിയിൽ വാദിക്കും, ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് വാദിക്കുമെന്ന് ബജരംഗ് ദൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവരുടെ വക്കീലുണ്ട് കോടതിയിൽ. അവർ മാധ്യമങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ, ഇതെന്താണ് 500 പേര് ഇവിടെ വന്ന് കിടന്ന് ബഹളം വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ആരുടെ പ്രശ്നമാണ്? ബജരംഗ് ദളിന്റെ പ്രശ്നം തന്നെയാണ്. അത് വേറൊരു തരത്തിലാണ് പക്ഷേ വർക്കാവുന്നത്. അവസാനിപ്പിക്കുക. അതിനു മുമ്പേ അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ ആരും സംസാരിക്കാത്തൊരു കാര്യം, പ്രത്യേകിച്ചും ഈ പള്ളി അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകൾ ആരും പറയാത്തൊരു കാര്യം, ബജരംഗ് ദൾ എന്നുള്ള വാക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ ആരും ആദ്യ ദിവസം തന്നെ ഈ കാര്യത്തിൽ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ആവർത്തിച്ച് പറഞ്ഞതിൽ രാഷ്ട്രീയം ഇല്ലാതെ രാജീവ് ചന്ദ്രശേഖരനും ആൻഡ്രൂസ് താഴത്ത് പിതാവിനും ഒരേ ആ കാര്യത്തിൽ. അതായത് ബജരംഗ് ദൾ ബജരംഗ് ദൾ BJPയുടെ സഹോദര പാർട്ടിയാണ്. BJPയുടെ സഹോദര പാർട്ടിയായിട്ടുള്ള ബജരംഗ് ദൾ അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നു. BJPയുടെ എന്നിട്ട് ഞങ്ങൾക്ക് ഇവർക്കൊപ്പമാണെന്ന് പറയുന്നു. ഇരകൾക്കൊപ്പം ഓടുക, വേട്ടക്കാരനൊപ്പം വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ മികച്ചൊരു ഉദാഹരണം എവിടെ നിന്നും കൊടുക്കാനുണ്ടോ? അതായത് ഇവർ ചെയ്യുന്ന എന്താണ്? ബജരംഗ് ദൾ മുറിവേൽപ്പിക്കുന്നു, ഞങ്ങൾ മുറിവുണക്കുന്നു. പള്ളിയച്ചന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണെങ്കിൽ മുറിവേൽപ്പിക്കാനായിട്ട് എന്തിനാണ് മുറിവുണക്കാനായിട്ട് മുറിവേൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ. സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ. അതായത് സഹോദര പാർട്ടിയായിട്ടുള്ള സഹോദര സെക്രട്ടറിയെ ബജരംഗ് ദൾ പ്രശ്നം ഉണ്ടാക്കുന്നു, ഞങ്ങളത് പരിഹരിക്കുന്നു. അപ്പോൾ ഈ ബജരംഗ് ദൾ എന്ന പേരെ എവിടെയും പറയുന്നില്ല. അതാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം.